ശിവൻ എന്താണ്, ശിവഭഗവാൻ എന്താണ്, ശിവന്റെ ദർശനങ്ങൾ എന്താണ് എന്ന് അന്വേഷിക്കുന്ന ആ ആത്മാന്വേഷികൾക്കൊക്കെ ജീവിതത്തിനോട് ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരു പാഠപുസ്തകമായിരിക്കും ശിവദർശനം. ഇതിനകത്ത് വേറൊരു സംഭവമുണ്ട്. ഈ ബുക്ക് വിജയിക്കുന്നുള്ള റീസൺ എന്താണെന്ന് അറിയാമോ? കണ്ടന്റോ എൻ്റെ കഴിവോ ഒന്നുമില്ല. പ്രദീപ് ശിവോഹത്തിൽ ശിവോഹമാണ് അവിടുത്തെ മെയിൻ കണ്ടന്റ്. ജീവിത വിജയത്തിന് ഉപകരിക്കുമോ? 100%. കാരണം അതിനകത്ത് ജീവിത വിജയം എന്നുള്ള മാത്രമല്ല, നമ്മുടെ ലൈഫിൻ്റെ ഉദ്ദേശം എന്നുള്ളതാണ്. പർപ്പസ് ഓഫ് ലൈഫ് ആണല്ലോ എല്ലാവരും അന്വേഷിക്കുന്ന റോഹിത്. അത് കണ്ടെത്തുക എന്നുള്ളതാണ് ഒരാളുടെ മെയിൻ ആവശ്യം. ചിലപ്പോൾ നമ്മൾ അറിയുന്ന 40ാമത്തെ വയസ്സിലായിരിക്കും. ആരാണ് ഈ പുസ്തകം വായിക്കുന്നത്? ഇത് ശരിക്കും എല്ലാവർക്കും മേടിക്കാനുള്ളതാണ്. ടീനേജ് മുതൽ വയസ്സായ ആൾക്കാർ വായിക്കാൻ പറ്റുന്ന പല തലങ്ങളുണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ പ്രകൃതിയോടൊപ്പം പോക്സോ എന്ന് പറയുന്ന എൻ്റെ നോവൽ ഇറക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും, രണ്ടാമതായിട്ട് ഇറങ്ങണമെങ്കിൽ പോലും ഇല്ല, ഇപ്പൊ മൂന്നാമത് ഈ ശിവദർശനം പ്രിന്റ് ചെയ്ത് നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. നമസ്കാരം, അബാക് മീഡിയയിലേക്ക് സ്വാഗതം. അബാക് മീഡിയയിൽ ഇന്ന് എന്നോടൊപ്പം ചേരുന്നത് പ്രിയങ്കരനായ പ്രദീപ് ശിവോഹമാണ്. പ്രിയപ്പെട്ട പ്രദീപേട്ട നമസ്കാരം. റോഹിതേ നമസ്തേ. ഒരുപാട് കാലമായിട്ടല്ലേ നമ്മൾ ഒരുമിച്ചിരുന്നിട്ട്? അതെ, നമ്മൾ എപ്പോഴും കാണുന്നതാണ്, പക്ഷെ നമ്മൾ ഒരുമിച്ചിരിക്കാറില്ല. പ്രദീപേട്ട, നമ്മുടെ ഒരു പുസ്തകം, നമ്മുടെ എന്ന് ഞാൻ പറഞ്ഞാൽ പ്രദീപേട്ടൻ രചിച്ച് അബാക് പബ്ലിക്കേഷൻസിലൂടെ വായനക്കാരിലേക്ക് എത്തിയ പ്രകൃതി സ്ത്രീ പുരുഷ കാമനകൾ എന്ന് പറയുന്ന പ്രദീപേട്ടൻ്റെ ആദ്യ പുസ്തകം, ഇത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ അബാക് പബ്ലിക്കേഷൻസിനും എനിക്കും സാധിച്ചു എന്നത് വലിയ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ കാണുന്നത്. പ്രദീപേട്ട, ഈ പുസ്തകം കുറേയധികം ആളുകളിലേക്ക് എത്തി, കുറേയധികം ആളുകൾ ഓർഡർ ചെയ്തു, വാങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ ഒരു പേര് പ്രകൃതി സ്ത്രീയും പുരുഷ കാമനകളും എന്ന് പറയുന്ന ഈ പേരാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്റ്റീവ് ഘടകം. ആദ്യമേ, അതായത് പുസ്തകം വായിക്കാത്തവർക്ക് ഇതിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ പ്രസാധനക്കുറിപ്പ് ഞാൻ എഴുതിയെങ്കിൽ പോലും പ്രദീപേട്ടനിൽ നിന്ന് അറിയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് വേണ്ടിയാണ്. എന്താണ് ഇങ്ങനെ ഒരു പേര്, എന്താണ് ഈ പുസ്തകത്തിൻ്റെ ഒരു കണ്ടന്റ്? റോഹിത്തെ, ആദ്യം ഞാൻ നമ്മുടെ അബാക് ടീമിന് ഒരു നന്ദി പറയുന്നു. കാരണം ഇങ്ങനൊരു കോൺസെപ്റ്റ് ആദ്യം വന്ന സമയങ്ങളിൽ നമ്മൾ സ്ഥിരമായി ട്രാവലാണ്, അല്ലെങ്കിൽ ഇൻ്റർവ്യൂസ് ആയിരിക്കും, പല ഭാഗങ്ങളിലായിരിക്കും. ഒരു ഡിവൈൻ എനർജിയുടെ ഭാഗത്തിൽ നിന്നും ഉണ്ടാകുന്ന തോട്ട്സിനെ പ്രോപ്പറായിട്ട് അബാക് ടീമിലെ പബ്ലിക്കേഷൻസ് ടീമിന്, ഡെഡിക്കേറ്റഡ് ടീമിന് ഹാൻഡ് ഓവർ ചെയ്യാൻ പറ്റി. അവരത് വിപുലമായി എന്നെ സഹായിച്ചു എന്നുള്ളതാണ്. ആദ്യം അവർക്കൊരു നന്ദി പറയുന്നു. അതിലുപരി നമ്മൾ പലയിടത്തും കേട്ടിട്ടില്ലേ റോഹിത്, അതായത് ഭാഗ്യക്കേട്, അല്ലെങ്കിൽ ചെയ്യാമായിരുന്നു, അറിവില്ലായ്മയായി, ചിന്തിച്ചു, തെറ്റായിപ്പോയി, ഇങ്ങനെ കുറേ ക്ലീഷ വേർഡ്സ് ഉണ്ട്. ഇതെല്ലാം ഒരു പ്രാപഞ്ചിക ശക്തിയുടെ കണക്റ്റഡ് എനർജീസാണ്. അപ്പോൾ നമ്മൾ പോലും അറിയാതെ ചില സ്ഥലങ്ങളിലെത്തിയിട്ട് നമ്മളൊരാൾ അപ്ലിഫ്റ്റിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ ഇതെല്ലാം പ്രകൃതിയായിട്ട് കണക്റ്റഡ് വേർഡ്സാണ്. അപ്പോൾ പ്രകൃതിയായിട്ട് നമ്മൾ കൂടുതൽ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും ഏതെങ്കിലും ഗുരുവര്യന്മാരെടുത്തോ അല്ലെങ്കിൽ അത്രയും വായന ഉണ്ടാവണം. പക്ഷേ എല്ലാവർക്കും എപ്പോഴും വായിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അറിയില്ല. അവർ കുറച്ച് സമയമായിരിക്കാം, 3 hours 2 hours ഒരു ഡെഡിക്കേറ്റഡ് ടൈം ആയിരിക്കും സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഈ പ്രകൃതിയുമായിട്ട് അറിയാൻ വേണ്ടി കുറേ സംഭവങ്ങൾ നമ്മൾ ഇപ്പം അത് റോഹിത്താണെങ്കിലും ജപിക്കുന്ന സമയത്തോ ഉപാസനയുള്ള സമയങ്ങളിലോ അല്ലെങ്കിൽ ഗുരുക്കന്മാരോട് സംസാരിക്കുന്ന സമയത്ത് കുറേ വേർഡ്സ് കിട്ടും. ഈ വേർഡ്സ് നമ്മൾ എക്സ്പ്ലോർ ചെയ്താൽ കിട്ടുന്ന കണ്ടൻറ്റിനെ ഞാനൊരു കൺസോൾട്ടഡ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് കൊടുത്തു എന്നുള്ളതാണ്. അതായത് എനിക്ക് ഭാഗ്യമില്ലാതെ പോയി എന്നാരും പറയരുത്. അപ്പോൾ ഭാഗ്യമില്ലാതെ പോകാനുള്ള കാരണം നമ്മൾ തന്നെയാണ്. എന്ത് ചെയ്യണമെന്നുള്ളത് ഒരു പ്രകൃതി എന്നുള്ള സംഭവത്തിൽ കണക്റ്റഡാണ്. അത് ക്ലീഷായിട്ട് വളരെ കൃത്യമായി കൊടുത്തിട്ടുണ്ട്, റെഫറൻസും കൊടുത്തിട്ടുണ്ട്. ഹെർബിയൻ യുഗം മുതൽ കൊണ്ടുവന്നിട്ടാണ് ശ്രമിച്ചിട്ടുള്ളത്. ഓക്കെ, പ്രദീപേട്ടൻ ഈ പുസ്തകം വായിച്ച പ്രദീപേട്ടൻ്റെ പ്രേക്ഷകർ, അല്ലെങ്കിൽ പ്രദീപേട്ടനുമായി ബന്ധപ്പെട്ട് ശിവോഹം പ്രാക്ടീസ് ചെയ്യുന്ന പ്രദീപേട്ടൻ്റെ ശിഷ്യർ എന്ന് വിളിക്കാം. ഇപ്പോൾ പ്രദീപേട്ടനെ കണ്ടാൽ ഇൻസേർട്ട് ചെയ്ത് ബ്രാൻഡഡ് ഷർട്ടുകളൊക്കെ ഉപയോഗിച്ച്, ബ്രാൻഡഡ് കാറൊക്കെ ഉപയോഗിച്ച് നടക്കുന്ന ഒരാൾ. പക്ഷേ അങ്ങനെയല്ല, അങ്ങേക്കൊരു ഗുരു എന്നൊരു മുഖമുണ്ട്. ഇപ്പോൾ എല്ലാ ഗുരുക്കന്മാർക്കും കാഷായ വസ്ത്രം വേണമെന്ന് നിർബന്ധങ്ങളൊന്നുമില്ല. അപ്പോൾ വായിച്ചവർ അവരുടെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് ഷെയർ ചെയ്യുന്നത്? അല്ല റോഹിത്, ആദ്യം ഞാനൊരു ഗുരു എന്നുള്ള രീതിയിൽ ഒരാളുടെയും ബിഹേവ് ചെയ്യാറില്ല. ഗുരു എന്ന് വിളിച്ചാലും ഞാൻ അവരോട് പ്രദീപ് എന്നോ പ്രദീപ് എന്ന് വിളിക്കാനേ പറയുള്ളൂ. സെക്കൻഡ്, ഇത് മേടിച്ച് വായിച്ച ഒരുപാട് ആൾക്കാർ ഏറ്റവും ആദ്യം വന്നൊരു കമൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജസ്റ്റിസിൻ്റെ ആയിരുന്നു, അരുൺ സാറായിരുന്നു. അരുൺ സാർ നല്ലൊരു ഫീഡ്ബാക്കാണ് തന്നത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജസ്റ്റിസ് അരുൺ സാറാണ് പ്രദീപേട്ടനോ അബാക് മീഡിയയ്ക്ക് വേണ്ടി ഈ പുസ്തകം പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യം. അദ്ദേഹത്തിൻ്റെ ഫീഡ്ബാക്ക് വളരെ വലുതായിരുന്നു. അതെന്നും എൻ്റെ ഒരു ഗോൾഡൻ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ഞാൻ മനസ്സിൽ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇനി ബുക്ക് എഴുതുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ കറക്റ്റ് ചെയ്തു. പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കറക്റ്റ് ഇനി എഴുതണമെന്ന് പറഞ്ഞു. സോ അപ്പോൾ അതെന്തായാലും ഒരു വലിയൊരു താങ്ക്സ് ഞാൻ എൻ്റെ അച്ഛനും അമ്മയ്ക്കുമാണ് കൊടുക്കുന്നത്. കാരണം അവർ കാരണമാണ് ഞാനിതിലേക്ക് എത്തിയതും ഞാൻ എഴുതാനൊരു കാരണക്കാരനായത്. 2, ശിവോഹം പ്രാക്ടീസ് ചെയ്യുന്ന ഒരുപാട് പേര് മേടിച്ചു, പേയ്മെൻറ്റ് ചെയ്തിട്ടും അയച്ചു കൊടുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരെ ഇപ്പോൾ ഉണ്ട്.
ഇതിൽ വായിച്ച മിക്ക ആൾക്കാരുടെയും ഫീഡ്ബാക്ക് ഓരോ ആൾക്കാരും ഓരോ സെൻറ്റൻസ് വായിക്കുമ്പോൾ ഓരോ തലങ്ങളിൽ ചിന്തിക്കേണ്ട സാഹചര്യങ്ങൾ വരുന്നു. അതായത് മൾട്ടിപ്പിൾ ആയിട്ട് ചിന്തിച്ചാൽ അവർക്ക് ആൻസർ കിട്ടും എന്നൊരു സംഭവം വായനക്കാരന്റെ ഒരു ആസ്വാദന തലത്തിൽ നിന്നുകൊണ്ട് അതെ. വിവിധങ്ങളായ അർത്ഥതലങ്ങളിലേക്ക് പോകാം. അതിൽ എഴുത്തുകാരൻ ഉദ്ദേശിക്കാത്ത തലങ്ങളിലേക്കൊക്കെ പോയവരുണ്ടാവും. അതെ 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 ഒരു സ്ത്രീ സങ്കല്പം എന്താണ്, അല്ലെങ്കിൽ കാമനകൾ, നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണെന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായി കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷപ്പെടുത്തുന്നതും. അതിലുപരി ഇതിൻ്റെ ഇൻ്റർവ്യൂസ് നമ്മുടെ തസ്മൈ ഗുരുജിയുമായിട്ടിരിക്കുകയുണ്ടായി. തസ്മൈ ഗുരുജി ഇത് കുറച്ച് വായിച്ചതിന് ശേഷം 2 3 പേജാണ് അദ്ദേഹം ഒരു ഔട്ട്ലൈൻ വായിച്ചത്. വായിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു, വ്യക്തമായ ആൻസർ കൊടുത്തു. പക്ഷേ ഇദ്ദേഹം അതിനുശേഷം എന്നെ വിളിക്കുമ്പോഴും പറഞ്ഞത്, ഈ ബുക്കിനെ കുറിച്ച് നല്ലൊരു ഫീഡ്ബാക്ക് കിട്ടും പ്രദീപേ, കാരണം പ്രകൃതിയുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ മാത്രമാണല്ലോ നമ്മുടെ ഇതിലേക്ക് വരുന്നത്. എസ്പെഷ്യലി അബാക്ക് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലേക്ക് വരുന്ന ആൾക്കാരും അതിന് ക്വാളിറ്റി ഉള്ള ആൾക്കാർ മാത്രമേ എത്തുള്ളൂ. സോ ഡിസർവ് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ ഈ ബുക്ക് എത്തുള്ളൂ എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. എല്ലാവർക്കും കിട്ടാൻ ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുക. അതെ, അതുപോലെ തന്നെ പ്രതിഭട്ട ഇതിൻ്റെ ഒരു ഉള്ളടക്കം അങ്ങ് പറഞ്ഞു, സ്ത്രീ കാമനകൾ അല്ലെങ്കിൽ പുരുഷ കാമനകൾ, അതിനെ പറ്റിയാണ്, എന്താണ് ഒരു സ്ത്രീ സങ്കല്പം, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഇതിൽ പ്രതിപാദിച്ച് പോകുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആരാണ് ഈ പുസ്തകം വായിക്കേണ്ടത്? ഇത് ശരിക്കും എല്ലാവർക്കും മേടിക്കാനുള്ളതാണ്. മുമ്പ് നമ്മളിപ്പോൾ എന്ത് പ്രോഡക്റ്റോ എന്ത് സർവീസോ കൊടുക്കുമ്പോൾ ഒരു ഏജ് സെഗ്മെൻ്റ് ഉണ്ടാവും, ഒരു ടാർഗറ്റ് ഓഡിയൻസ് ഉണ്ടാവും, 18 to 20 18 to 35. പക്ഷേ ഇത് അങ്ങനെയല്ല. ഇത് ശരിക്കും ടീനേജ് മുതൽ വയസ്സായ ആൾക്കാരെ വായിക്കാൻ പറ്റുന്ന പല തലങ്ങളുണ്ടെന്നുള്ളതാണ്. കാരണം ജനനം എന്തിനാണ്, അല്ലെങ്കിൽ നമ്മൾ എവിടേക്കാണ് സഞ്ചരിക്കേണ്ടതെന്നുള്ളത് ഓരോ നമ്മുടെ നീഡ്സ് 20 വയസ്സിലും 30 വയസ്സിലെ വേറെ ആയിരിക്കും, 30-ും 40-നും ഇടയ്ക്ക് വേറെ ആയിരിക്കും. അപ്പോഴും നമ്മൾ ചിന്തിക്കും, അയ്യോ 20-ഉം 30-ഉം ഞാൻ ഇതായിരുന്നില്ലല്ലോ, കുറച്ചുകൂടെ കറക്റ്റ് ചെയ്യാമായിരുന്നു അല്ലേ. 40-50 തികച്ചും വ്യത്യാസമായിരിക്കും. ഇപ്പോൾ ഓരോ ഏജ് തലങ്ങൾക്കുള്ളവർക്കും വ്യക്തമായ ആൻസർ കിട്ടുന്ന ബുക്കായിരിക്കും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ജീവിത വിജയത്തിന് ഉപകരിക്കുമോ? 100%. കാരണം അതിനകത്ത് ജീവിത വിജയം എന്നുള്ള മാത്രമല്ല, നമ്മുടെ ലൈഫിൻ്റെ ഉദ്ദേശം എന്നുള്ളതാണ്. പർപ്പസ് ഓഫ് ലൈഫാണല്ലോ എല്ലാവരും അന്വേഷിക്കുന്ന റോഹിത്. അത് കണ്ടെത്തുക എന്നുള്ളതാണ് ഒരാളുടെ മെയിൻ ആവശ്യം. ചിലപ്പോൾ നമ്മളറിയുന്ന 40-ാമത്തെ വയസ്സിലായിരിക്കും, ചിലപ്പോൾ 35-ലായിരിക്കും. പക്ഷേ ബുക്ക് വായിക്കുന്നവർക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് യൂണിവേഴ്സലായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഇനി ഏത് മതവിഭാഗമാണെങ്കിലും ഇതിനകത്ത് ഹിന്ദുവോ ക്രിസ്ത്യനോ മുസ്ലിംസ്, ആ 3 സെഗ്മെൻറ്റേഷൻ ഞാൻ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് തോന്നിയത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ 3 പേർക്കും ഏത് സെഗ്മെൻ്റ് ആണെങ്കിലും അവരുടെ പർപ്പസ് ഓഫ് ലൈഫിൽ എത്താൻ പറ്റും എന്നുള്ളതാണ്. പർപ്പസ് ഓഫ് ലൈഫ് കണ്ടാൽ ജീവിത വിജയം ഉറപ്പാണ്. ഓക്കെ, മറ്റൊരു ചോദ്യമുണ്ട്. ഇപ്പോൾ ശിവോഹം പ്രാക്ടീസ് ചെയ്യുന്ന, ശിവോഹം പറഞ്ഞു കൊടുക്കുന്ന, ശിവോഹത്തിലൂടെ ആളുകൾക്ക് ഒരു പുതുവഴി കാട്ടിക്കൊടുക്കുന്ന ആളാണ് പ്രതിഭട്ടൻ. അപ്പോൾ ഈ പുസ്തകത്തെ ശിവോഹം എന്ന് പറയുന്ന കൺസെപ്റ്റ് എത്രമാത്രം സ്വാധീനിക്കുന്നുണ്ട്? ശിവോഹത്തിൻ്റെ കൺസെപ്റ്റ് ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട്. കാരണം അതിലൊരു മെയിൻ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ എടുത്തു പറയാം, ജിതിൻ എന്ന അദ്ദേഹത്തിൻ്റെ പേര്. ദുബായിയാണ്, മലയാളി ഫാമിലിയാണ്. ഇവരെന്നെ വിളിക്കുന്നത് അവരുടെ മകളുടെ കുട്ടി നല്ലൊരു വിദ്യാഭ്യാസത്തിൽ കൂടെ മുന്നോട്ട് പോകണം, എക്സാം പാസ്സാവണം എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു, കുട്ടി എക്സാം പാസ്സാവണം, എന്നെ വിളിക്കണ്ട, കുട്ടി പഠിക്കണമെന്ന് പറഞ്ഞു. ചേട്ടാ ആരെങ്കിലും കൺസൾട്ട് ചെയ്യാനുണ്ടോ എന്നൊക്കെ വിളിച്ചു. അതൊക്കെ കഴിഞ്ഞ് കുട്ടി ജയിച്ചു. അവർ ജോർജിയയിലേക്ക് പോയി. ജോർജിയ പോകുന്ന സമയത്ത് അവിടെ അല്ലേ, ഈ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് അവർ ഒരു കാറ് ഹയർ ചെയ്തിട്ട് ഇത് ഹിൽ ടോപ്പിലേക്ക് ഓടിച്ചു പോയതിന് ശേഷം ഈ കാർ ആക്സിഡൻറ്റിലായി. കാർ ആക്സിഡൻ്റ് ആവുന്ന മാത്രമല്ല, ഇപ്പോൾ അത് കാണിക്കാൻ ക്ലാരിറ്റി ഇല്ലെങ്കിൽ തന്നെയും അത് ഞാൻ ജസ്റ്റ് ഒരു റെഫറൻസിന് വേണ്ടി കാണിക്കാം. ഇതാണ് ആ ഫോട്ടോസ് എന്ന് പറയുന്നത്. ഇതാണ് ആ ഫോട്ടോസ് എന്ന് പറയുന്നത്. ഈ കാറ് 3ആയിട്ട് മറിഞ്ഞ് ഹിൽ ടോപ്പിൽ നിന്ന് താഴെ വീഴുന്നു. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം കാറിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഇദ്ദേഹം ഫസ്റ്റ് കോൾ ചെയ്യുന്നത് തന്നെയാണ്. പോകുന്നതിന് മുൻപ് കോൾ ചെയ്തു, പോയതിന് ശേഷം കോൾ ചെയ്തു. എന്നോട് പറഞ്ഞു ഇങ്ങനെ ആക്സിഡൻ്റ് ആയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ജിതിനാണോ സംസാരിക്കുന്നത്? അപ്പോൾ അദ്ദേഹം കണ്ട വിഷ്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മഹാദേവൻ്റെ കയ്യിൽ ഭദ്രമായി കിടക്കുന്ന ഒരു അപ്പം ഞാൻ ചോദിച്ചതൊരു വിഷ്വൽ അല്ലേ, ചിലപ്പോൾ ഒരു ഇല്യൂഷൻ അല്ലേ എന്ന് ചോദിച്ചു. ഞാൻ ഒരിക്കലും ഓവർ റൂൾ ചെയ്തതല്ല, ഞാൻ ജസ്റ്റ് ചോദിച്ചു. ചേട്ടാ ഞാൻ മാത്രമല്ല, എൻ്റെ വൈഫും എൻ്റെ കുട്ടിയും കണ്ടതാണ്, നമുക്ക് 3 പേർക്കൊന്നും പറ്റിയില്ല. അത് ഹിൽ ടോപ്പിൽ നിന്ന് ഒരു കാറ് 3 പ്രാവശ്യം മറിഞ്ഞ് താഴെ വീഴുന്നിട്ട് ഈ 3 പേർക്കും ഒരു ബ്ലീഡിങ് പോലും ഉണ്ടായില്ല, ഒരു കുഴപ്പം ഉണ്ടായില്ല. പക്ഷേ കാറ് വന്ന് വീഴുന്ന സമയത്ത് തൊട്ടടുത്തൊരു ഫാമിലിക്ക് തട്ടി, അവർക്ക് പ്രശ്നമൊക്കെ ഉണ്ടായി, ലീഗൽ കേസസൊക്കെ ഉണ്ടായി. അതൊക്കെ സോൾവ് ചെയ്തു, അവരൊന്ന് തിരിച്ച് ജോർജിയയിൽ നിന്ന് ഇവിടെ എത്തി. അപ്പോൾ ഇതുപോലെ ഒരുപാട് പേര് എന്നെ സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നു പല ആക്സിഡൻറ്റിൽ നിന്ന്. അതായത് ശിവോഹം എന്ന് പറഞ്ഞ ഒരു പ്രൊട്ടക്ഷനാണ്. നമ്മളൊക്കെ ചെറിയൊരു മീഡിയമായിട്ട് അവിടെ നിൽക്കുന്ന ആൾക്കാരാണ്. നമ്മളൊന്നുമല്ല, എൻ്റെ കഴിവോ ഒന്നുമല്ല, മഹാദേവനെ ആര് വഹിച്ചാലും പ്രൊട്ടക്റ്റ് ചെയ്യാനൊരു വഴി മാത്രമായിരുന്നു അത്. അപ്പോൾ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റി, അതൊക്കെ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തു. അതിനെ ഞാൻ പ്രകൃതിയായിട്ട് കണക്ട് ചെയ്ത് ഈ ബുക്കിനകത്ത് കണക്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അത് ആ ഒരു ആക്സിഡൻറ്റ് കണക്ട് ചെയ്തതല്ല, അതിനെ എന്തുകൊണ്ടത് വന്നു എന്നുള്ളത്. അപ്പം നമ്മൾ പ്രകൃതി സംരക്ഷണത്തിലാണെങ്കിൽ
അവിടെ എന്താ പറയുക, നോ ബ്രോക്കൺ ബോൺ തിയറി എന്ന് പറയും. ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ മനസ്സിലാവും. ഓക്കെ. നമുക്ക് അങ്ങനൊരു തിയറി കൂടെ നമ്മൾ പോവുകയാണെങ്കിൽ നമ്മൾ പോലും അറിയാതെ പ്രകൃതി നമ്മളെ സംരക്ഷിക്കും. ചിലർ പറഞ്ഞിട്ടില്ല രോഹിത്തെ, കണ്ണി കൊള്ളാണ്ട് പിരിയത്തുകൊണ്ട് പോയി, വണ്ടി കയറി പക്ഷെ ഒന്നും സംഭവിച്ചില്ല, വണ്ടി തട്ടി നമുക്കൊന്നും കുഴപ്പമില്ല, വണ്ടി കിടിച്ചു എന്ന് പറയും. അത് ശരിക്കും ഈ പ്രകൃതി സംരക്ഷണമാണ്. അപ്പോൾ ശിവോഹ എന്നെ വലിയ രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട്. ഞാൻ വഴിയല്ല, പല ക്ലയൻസ് വഴി എന്നില്ല. ഓക്കെ. ഈ പലപ്പോഴും പല പുസ്തകങ്ങൾ നമുക്ക് മുന്നിലേക്കൊക്കെ ഇപ്പോൾ ചേട്ടാ ഈ ഒരു പുസ്തകം പബ്ലിഷ് ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചു വരാറുണ്ട്. ഇപ്പം ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, നമ്മുടെ ഒരു വഴി, ഒരു സ്പിരിച്വൽ പാത തുറന്നു കൊടുക്കുക. ഐ എം നോട്ട് എ സ്പിരിച്വൽ പേഴ്സൺ. അത് ഞാൻ വീണ്ടും അടിവരയിട്ട് പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. ഞാൻ ഈ പറയപ്പെടുന്ന തത്വങ്ങളിൽ വിശ്വസിക്കുന്ന ആളാണ്, അല്ലാതെ അതിനെ ഫോളോ എൻ്റെ ജീവിതത്തിൻ്റെ ചര്യയായി വെക്കുന്ന ഒരാളല്ല. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റർടൈൻമെൻറ്റിലും ന്യൂസിലും ഒക്കെ ഒരേപോലെ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നതാണ്. പക്ഷേ അബാക്ക് ഒരു നിയോഗമായിരുന്നു എൻ്റെ ജീവിതത്തിൽ, അല്ലെങ്കിൽ എനിക്കൊപ്പം നിൽക്കുന്നവരുടെ ജീവിതത്തിലെ ഒരു നിയോഗമായിരുന്നു അബാക്ക് ഇത്തരത്തിലുള്ള കണ്ടന്റുകൾ ക്യാരി ചെയ്യുക എന്നുള്ളത്. എനിക്ക് തോന്നുന്നു അതിനുശേഷം വലിയ കമ്പനികൾ നടത്തുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും സുഹൃത്തുക്കളൊക്കെ നടത്തുന്ന പ്ലാറ്റ്ഫോമുകളും ഒക്കെ സ്പിരിച്വൽ കണ്ടന്റുകൾ ഹോൾഡ് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ പ്രതിപടനെ തന്നെ പല ചാനലുകളിൽ അതിഥിയായി പോകുന്നു നമ്മുടെ സുഹൃത്തുക്കൾ. ഇതൊക്കെ നമുക്ക് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാരണം നമ്മൾ വെട്ടിയിട്ട ഒരു വഴിയിലൂടെ കുറേ പേര്, നമുക്ക് മുന്നേ ABC മലയാളമൊക്കെ ഇപ്പോൾ പ്രതിപടം നേരത്തെ ഉണ്ടായിരുന്നതാണ്, അവരൊക്കെ ഇത് ചെയ്തിട്ടുണ്ട്, ഇല്ലെന്നല്ല. ഞാൻ പൂർണ്ണമായി ഇതിനു വേണ്ടി ഒരു പ്ലാറ്റ്ഫോം അത് പ്രപഞ്ചം നിയോഗിച്ചതുപോലെ നമുക്ക് സാധ്യമാക്കാൻ സാധിച്ചു എന്നുള്ളതൊരു വലിയ കാര്യമായിട്ടാണ്. പക്ഷേ ഈ പബ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം, ഇപ്പം എൻ്റെ ആദ്യത്തെ പുസ്തകം അത് നമ്മൾ പബ്ലിക്കേഷൻസ് തുടങ്ങിയതിന് ശേഷമാണ് എൻ്റെ ആദ്യത്തെ പുസ്തകം ഇറങ്ങുന്നത്. പക്ഷെ അത് പാണ്ഡോര ബുക്സാണ് ഇറക്കിയത്. കാരണം തോമസ് ഏട്ടനാണ് ആദ്യമായി എന്നോട് രോഹിത്തെ സാറേ എത്ര തിരുത്തിയാലും മാറ്റി വിളിക്കില്ല, സാർ ഒരു പുസ്തകം എഴുതും സാറേ, ഞാനത് പബ്ലിഷ് ചെയ്യാം എന്ന് പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വരുന്നതും ഞാൻ നമ്മുടെ ആത്മാക്കൾ പറയാൻ ബാക്കി വെച്ചതിൻ്റെ ആദ്യ പ്രതി പൂർണ്ണമായും തീർന്നു എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോഴും എനിക്ക് തോന്നുന്നു തോമസ് ചേട്ടൻ്റെ നെറ്റ്വർക്കിലായിരിക്കും പല ആളുകൾ, അതും ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികൾ, ആൺകുട്ടികളായും പെൺകുട്ടികളായിട്ടൊക്കെ മെസ്സേജ് അയക്കും അവരുടെ സംശയങ്ങൾ, അതിലുണ്ടായ സംശയങ്ങളൊക്കെ. അപ്പോൾ ഞാനതിൽ വിശ്വസിക്കുന്നു. ചേട്ടൻ ആദ്യം പറഞ്ഞൊരു വാചകം ഞാൻ കടമെടുക്കുകയാണ്, ഇത് പുസ്തകം വായിക്കാൻ നിയോഗം കിട്ടിയ ആളുകൾക്ക് മാത്രമേ ആ പുസ്തകം കിട്ടുള്ളൂ. അപ്പോൾ ഈ സ്പിരിച്വൽ മേഖലയിൽ നിൽക്കുന്ന പല ആളുകളും ഗസ്റ്റുകളായി വരുമ്പോൾ എന്നോട് പറയും, രോഹിതിൻ്റെ പുസ്തകം എനിക്ക് കിട്ടിയില്ല കേട്ടോ, വായിക്കാൻ പറ്റിയില്ല, ഇല്ല, സ്റ്റോക്കില്ല. കാരണം ഇത് രണ്ടാമത് പ്രിന്റ് ചെയ്യാനാണെങ്കിൽ ആസ് എ കണ്ടന്റ് ക്രിയേറ്റർ, കണ്ടന്റ് എൻ്റേത് എന്ന നിലയിൽ തോമസ് ചേട്ടൻ്റെ ഒരു അനുവാദം വാങ്ങിയിട്ട് അബാക്ക് പബ്ലിക്കേഷൻ ഇറക്കാം. അതിനുശേഷം എത്രയോ ഇത് കഴിഞ്ഞു. ഞാൻ പാണ്ഡോര ബുക്സ് തന്നെ രണ്ടാമത് ഇറക്കാം. തോമസ് ചേട്ടൻ പറയുന്നുണ്ട്, സാറിൻ്റെ ബുക്ക് മാത്രമാണല്ലോ ഞാൻ നീട്ടി, ഞാൻ വായിക്കാൻ ബാക്കിയുള്ളവർക്ക് നിയോഗം ഉണ്ടാവില്ല, അത് ഒരു ദിവസം സംഭവിക്കും, അപ്പോൾ അത് ഇറക്കിയാൽ മതി ചേട്ടാ എന്ന് ഞാൻ പറയാറുണ്ട് എന്ന് പറഞ്ഞതുപോലെയാണ്. അപ്പം നമ്മൾ ഈ അബാക്ക് പബ്ലിക്കേഷൻസ് തുടങ്ങിയപ്പോൾ കഥകളും കവിതകളും നോവലുകളും ഒക്കെ ഇറക്കുന്ന ഒരു പബ്ലിക്കേഷൻസ് കമ്പനിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ നമ്മളിലേക്ക് ആദ്യം വരുന്നത് തസ്മൈ ഗുരുജിയുടെ ശിഷ്യന്മാർ എഴുതിയ പുസ്തകങ്ങളാണ്. അത്തരത്തിലൊരു 3 പുസ്തകങ്ങൾ നമ്മൾ ഇറക്കുന്നു. അതിനുശേഷമാണ് എൻ്റെ ഒരു പുസ്തകം നമ്മൾ അനൗൺസ് ചെയ്യുന്നു. എൻ്റെ ഏറ്റവും വലിയ രസകരം എന്ന് വെച്ചാൽ പ്രദീപേട്ടൻ്റെ പ്രകൃതിക്കൊപ്പം എൻ്റെ പോക്സോ എന്ന് പറയുന്ന പുസ്തകവും, അത് ഒരു സ്പിരിച്വൽ പാതയിലുള്ള പുസ്തകമല്ല, അതൊരു പക്ക നോവലാണ്. ഇത് രണ്ടും നമ്മൾ വേറൊരു ബുക്ക് ഷോയിൽ ഇന്ത്യക്ക് പുറത്ത് ഇറക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തതാണ്. പക്ഷെ നമ്മുടെ ഒരു ചടങ്ങിൽ വെച്ചത് വേണമെന്നുള്ളത് നിയോഗമായിരുന്നു. ഇതിനൊപ്പം ഇറങ്ങിയിട്ടിരുന്ന എൻ്റെ പുസ്തകം ഇപ്പോഴും ഇറങ്ങിയിട്ടില്ല എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അബാക്ക് പബ്ലിക്കേഷൻസിനെ സംബന്ധിച്ചിടത്തോളം, ചാനലിനെ പറ്റിയല്ല ഞാൻ പറയുന്നത്, നിയോഗിക്കപ്പെട്ട പുസ്തകങ്ങൾ മാത്രമാണ് നമ്മുടെ കയ്യിൽ. ഒരിക്കലും പ്രതിപേട്ടന് ആദ്യത്തെ ഒരു ബുക്ക്, ഒരു ബുക്കുണ്ട് ഞാൻ എഴുതിയതാണ് എന്ന് പറഞ്ഞ് നമ്മളിലേക്ക് അത് തരുമ്പോൾ ഇത്രയും പെട്ടെന്ന് ഇത് ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റുമെന്ന് നമ്മളെ ടീം ഒരിക്കലും വിചാരിച്ചില്ല. പക്ഷെ ഇതാണ് ആദ്യം വേണ്ടിയിരുന്നത് എന്ന് ആരോ നിശ്ചയിച്ചു വെച്ചതുപോലെ ആ പുസ്തകം ജനങ്ങളിലേക്ക് എത്തുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഇതിനേക്കാൾ രസം ഇതെല്ലാം ശേഷം തുടങ്ങിയ ശിവദർശനം, സ്വാമി അദ്വൈതാനന്ദപുരി സ്വാമിയുടെ ശിവദർശനം. പുതിയതായി ഞാൻ കുറച്ച് ഈ പബ്ലിക്കേഷൻസിനെ പറ്റി പറഞ്ഞ് പോവാം. ഈ അദ്വൈതാനന്ദപുരി സ്വാമിയാണ് ഈ പുസ്തകത്തിന് അവതാരിക എഴുതിയത്. അപ്പോൾ ഉറപ്പായിട്ടും ഇത് കണക്റ്റഡ് ആണ്. അദ്ദേഹം ഈ ശിവദർശനം തരുന്നത് എനിക്ക് തോന്നുന്നു എന്നോട് ഡോക്ടർ മണികണ്ഠൻ പള്ളിക്കൽ സാറാണ് പറഞ്ഞത്, സാറേ സ്വാമിജിയുടെ കയ്യിൽ ഈ പുസ്തകങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്, അദ്ദേഹം പല പബ്ലിക്കേഷൻസ് കമ്പനിക്ക് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ കുറേയൊക്കെ ഇറങ്ങുന്നുണ്ട്, സാറിന് എന്ന് പറഞ്ഞാൽ സാറിന് വേണ്ടി ഒരു പുസ്തകം പബ്ലിക്കേഷൻസിന് വേണ്ടി അദ്ദേഹം എഴുതും, നിങ്ങളാവുമ്പോൾ അത് കൃത്യമായി ഉത്തരവാദിത്തപ്പെട്ട അവകാശപ്പെട്ട ആളുകളിലേക്ക് എത്തും, എല്ലാവരിലും എത്തിയിട്ട് കാര്യമില്ല. അപ്പോൾ ശിവപുരാണം അദ്ദേഹം എഴുതിയതാണെന്ന് തോന്നുന്നു. അപ്പം ഞാൻ എൻ്റെ പുസ്തകം ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരിക്കൽ മണികണ്ഠൻ പള്ളിക്കൽ സാറിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അദ്ദേഹം ടേബിളിൽ വളരെ ചുരുങ്ങിയ പുസ്തകങ്ങളും ഷെൽഫുകളിൽ പുസ്തകങ്ങളൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ അദ്ദേഹം സപ്താഹയജ്ഞാചാരനായതുകൊണ്ട് ഒരുപാട് പുസ്തകങ്ങളും ഒരുപാട് മൊമെൻറ്റോസും ഒക്കെ അവിടെ ഉണ്ട്. അദ്ദേഹം കുറേയൊക്കെ ഒഴിവാക്കി മാറ്റി ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ടേബിളിൽ നിന്ന്
അദ്ദേഹം ഈ ശിവപുരാണം എടുത്ത് എനിക്ക് നീട്ടുക. എന്നോട് പറഞ്ഞു, ഇതാണ് അദ്വൈതാനന്ദ പുരിസ്വാമിയുടെ ശിവപുരാണം. ഞാനിങ്ങനെ താളുകൾ മറിച്ചു, ഞാൻ നോക്കുമ്പോൾ പേര് അദ്വൈതാനന്ദ പുരിസ്വാമിയുടേതല്ല. അപ്പം ഞാൻ ചോദിച്ചത് പൂർവാശ്രമത്തിലെ പേരാണ് ഇതിലുള്ളത്. വർഷങ്ങൾ എത്രയായി ഈ പുസ്തകം ഇറങ്ങിയിട്ട്. സോ യജ്ഞാചാര്യന്മാരിൽ പലരും ശിവപുരാണമൊക്കെ പറയാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് റെഫർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സന്തോഷത്തോടുകൂടി വാങ്ങി. അതിനുശേഷം അദ്വൈതാനന്ദ പുരിസ്വാമിയെ കാണുന്നു. അദ്ദേഹം ശിവദർശനത്തിൻ്റെ കയ്യെഴുത്ത് പ്രതി എനിക്ക് കൈമാറുന്നു. ഞാനത് നമ്മുടെ പബ്ലിക്കേഷൻസിൻ്റെ ടീമിന് കൊടുക്കുന്നു. പിന്നീട് എനിക്ക് തോന്നുന്നു, ഞാൻ സരിത അയ്യരുടെ വീട്ടിൽ, ചേച്ചിയുടെ വീട്ടിൽ ഇൻ്റർവ്യൂ എടുക്കാൻ പോയപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞു, രോഹിതേ വാ, ഞാൻ എൻ്റെ ലൈബ്രറി കാട്ടിത്തരാം എന്ന് പറഞ്ഞിട്ട് ചേച്ചിയുടെ മുകളിലത്തെ നിലയിലെ ലൈബ്രറികൾ ഞാൻ കാട്ടിത്തരുമ്പോൾ ഞാൻ ഈ ശിവദർശനം ഇറക്കുന്നതിനെ പറ്റിയൊക്കെ ചേച്ചിയോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ചേച്ചി ശിവപുരാണം വേറെ 3 പുസ്തകങ്ങളാണ് റെഫർ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് എനിക്കതിൽ ഒരു പുസ്തകം എടുത്തുള്ളത്. ഇതാണ് രോഹിതേ എൻ്റെ പ്രിയപ്പെട്ട പുസ്തകം. ഞാൻ നോക്കുമ്പോൾ, അയ്യോ ഇത് അദ്വൈതാനന്ദ പുരിസ്വാമിയുടെ ശിവപുരാണം അല്ലേ? അപ്പം വിളിക്കുന്നത്, അല്ലല്ലോ അദ്ദേഹത്തിൻ്റെ പേരോ ചിത്രമോ അതിലില്ല. ഞാൻ അല്ല, ഇത് തന്നെയാണ്. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ആ ഒരു മനുഷ്യൻ്റെ എഴുത്തിൻ്റെ ഡെപ്ത്. പല പ്രഭാഷകരും പല ആചാര്യന്മാരും അദ്ദേഹത്തിൻ്റെ പുസ്തകം റെഫർ ചെയ്യുന്നു എന്ന് പറയും. അപ്പോൾ എന്തായാലും ആ ശിവദർശനം നമ്മൾ അന്ന് എടുത്തു വെച്ചു. ഇപ്പോൾ പ്രകൃതിയോടൊപ്പം പോക്സോ എന്ന് പറയുന്ന എൻ്റെ നോവൽ ഇറക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും, രണ്ടാമതായിട്ട് ഇറങ്ങണമെങ്കിൽ പോലും ഇല്ല, ഇപ്പം മൂന്നാമത് ഈ ശിവദർശനം പ്രിന്റ് ചെയ്ത് നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം ഇതെല്ലാം കണക്റ്റഡ് ആണ്. കാരണം ഇതിൻ്റെ ഈ ഒരു പുസ്തകത്തിൻ്റെ അവതാരിക എനിക്ക് തോന്നുന്നു പ്രദീപേട്ടന് 100 കണക്കിന് ചോയ്സുകൾ പ്രദീപേട്ടൻ്റെ മുമ്പിലുണ്ടായിരുന്നു. കാരണം പ്രദീപേട്ടനെ പോലെ ഒരാൾക്ക്, ഇത്രയും ഈ മേഖലയിൽ നിൽക്കുന്ന ആളുമായി പരിചയമുള്ള ഒരാൾക്ക് അവതാരിക എഴുതുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അവതാരിക എഴുതുന്നു? അതെ. കൺഫ്യൂഷൻ എനിക്ക് ഞാനും രോഹിതും കൂടെ ഓൾറെഡി സംസാരിച്ചു. ഇതിൻ്റെ ബുക്ക് നമ്മൾ ഔട്ട് ഓഫ് ഇന്ത്യ പബ്ലിഷ് ചെയ്യാനൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മുരുകൻ കാട്ടാക്കട വഴി, പേര് പറയുന്നില്ല, വളരെ പ്രശസ്തനായ പുള്ളി എഴുതിത്തരാം എന്നൊരു സംഭവം വന്നു. അപ്പം അപ്പോഴും എനിക്ക് ആഗ്രഹം, ഇതിനകത്ത് വേറൊരു സംഭവമുണ്ട്. ഈ ബുക്ക് വിജയിക്കുന്നതിനുള്ള റീസൺ എന്താണെന്നറിയാമോ? കണ്ടൻറ്റോ എൻ്റെ കഴിവോ ഒന്നുമില്ല. പ്രദീപ് ശിവോഹത്തിൽ ശിവോഹമാണ് അവിടുത്തെ മെയിൻ കണ്ടൻറ്റ്. ശിവോഹം ഉണ്ട്. അപ്പോൾ നിയോഗിക്കപ്പെട്ട ആൾക്കാരിലെ എത്തുള്ളൂ. നിയോഗിക്കപ്പെട്ട ആളുകൾക്ക് ചെയ്യാനും പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ പബ്ലിഷ് ചെയ്യുന്നത്. ഉറപ്പായിട്ടും ഞാൻ പറഞ്ഞത്, ആ നിയോഗിക്കപ്പെട്ട സമയത്ത് നോക്കൂ, നമ്മുടെ സ്പിരിച്വൽ കോൺക്ലേവിലാണ് നമ്മളിത് പബ്ലിഷ് ചെയ്യുന്നത്. അരുൺ സാറിന്റെ സമയം ഭയങ്കര ബിസി. അരുൺ സാർ ശരിക്കും ഡൽഹിയിൽ നിന്ന് വന്നിട്ട് ലേറ്റ് നൈറ്റ് വന്നിട്ട് നെക്സ്റ്റ് ഡേ രാവിലെ ഇതിനു വേണ്ടി വന്നതാണ്. അതിൻ്റെ ഒരു റീസൺ ഉണ്ട്. അതായത് കാശ്മീര തന്ത്രത്തിലെ വിജ്ഞാന ഭൈരവ തന്ത്ര എന്ന് പറയാം 112 മഹാദേവൻ്റെ മെഡിറ്റേഷൻസ്. ഞാനത് വളരെ ഹാർഡായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഈ പറയുന്ന വിജ്ഞാന ഭൈരവ തന്ത്രത്തിന് വേണ്ടി ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ അലഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ബീഹാറി സ്വാമിജിയുടെ അടുത്ത് ഞാൻ അലഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലൊരു ശിവോഹം അവിടെ ഉണ്ട്. ആ ശിവോഹമാണ് നമ്മളെ അബാക്കിൽ ഇവിടെ വച്ചിട്ട് ഈ തസ്മൈ ഗുരുജിയുടെയും ഈ സ്പിരിച്വൽ ഗുരുക്കന്മാരുടെ ഇടയിൽ വെച്ചിട്ട് പബ്ലിഷ് ചെയ്യാനുള്ള സംഭവം തന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യമായി ഞാൻ. ഓക്കെ, എന്തായാലും പ്രതിവേട്ട, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലൊരു പുസ്തകം ജനങ്ങൾ ഏറ്റെടുക്കുന്ന, നിയോഗിക്കപ്പെട്ടവർ ഏറ്റെടുക്കുന്ന ഈ പുസ്തകം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. എനിക്കൊന്ന് പ്രകൃതിയുടെ ഒരു മറപിടിച്ച് ആണെന്ന് തോന്നുന്നു നമ്മുടെ ടീം, ഗ്രാഫിക് ടീം ശിവദർശനത്തിനും ഒരു പച്ചയുടെ ടോണിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ഇത് പറഞ്ഞു പോകുമ്പോൾ അതുകൂടി പറഞ്ഞു ചേട്ടാ, ശിവദർശനം ഞാൻ ചേട്ടന് എൻ്റെ ഫസ്റ്റ് കോപ്പി തന്നില്ല. കാരണം എഴുതിയ ആൾ അദ്വൈതാനന്ദ പുരിസ്വാമി അദ്ദേഹത്തിൻ്റെ ഉപാസനാമൂർത്തിക്ക് ഫസ്റ്റ് കോപ്പി സമർപ്പിക്കണമെന്ന് ആവശ്യമുണ്ട്. ഞാൻ തിരുവനന്തപുരത്ത് നാളെ എത്തിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ വണ്ടിയിലുണ്ട്, ഞാൻ ആരെയും കാണിച്ചിട്ടില്ല. ഞാൻ പ്രസ്സിൽ നിന്ന് എടുത്ത് അതേപോലെ ഒരു 10 കോപ്പി മാറ്റി വെച്ചിരിക്കുകയാണ്. പ്രസ്സിൽ നിന്ന് വന്നിട്ടുമില്ല. അതിൻ്റെ പ്രീ ബുക്കിംഗ് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. ഒരു പാഠപുസ്തകം എങ്ങനെയായിരിക്കും നമ്മുടെ, ഞങ്ങളൊക്കെ ചേട്ടൻ്റെ കാലഘട്ടത്തിൽ കേട്ടോ, ഞങ്ങൾക്ക് DPP പിള്ളേരെ, SSM പിള്ളേരെ, ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് ഒരു പുതിയ പാഠപുസ്തകം കിട്ടുമ്പോൾ അതിനൊരു പ്രത്യേക രീതി ഉണ്ടായിരുന്നു. ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വലിയ അക്ഷരങ്ങളിലൊക്കെ ആയിരിക്കും ഒരു പാഠപുസ്തകം. പണ്ടും അങ്ങനെ തന്നെയാണ് കേട്ടോ. അതേ രീതിയിലാണ് ആ പുസ്തകം ഞങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നില്ല ഒരു സ്ഥിരം പുസ്തകം വായിക്കുന്ന പാറ്റേണിലല്ല ആ പുസ്തകവും പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. അതായത് 9 വയസ്സുള്ള കുട്ടിക്കും 90 വയസ്സുള്ള മുത്തശ്ശനും ഒരേപോലെ വായിക്കാൻ പറ്റുന്ന രീതിയിൽ അക്ഷരങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് ചിത്രങ്ങളൊക്കെ ഉൾപ്പെടുത്തി ഒരു പാഠപുസ്തകം തുറന്ന് വായിക്കുന്നത് പോലെ. കാരണം അതൊരു പാഠപുസ്തകമാണ്. ഹിന്ദു ധർമ്മം പഠിക്കുന്നവർക്ക്, ഭാരതത്തിന്റെ ധർമ്മം പഠിക്കുന്നവർക്ക്, ശിവൻ എന്താണ്, ശിവഭഗവാൻ എന്താണ്, ശിവന്റെ ദർശനങ്ങൾ എന്താണ് എന്ന് അന്വേഷിക്കുന്ന ആ ആത്മാന്വേഷികൾക്കൊക്കെ ജീവിതത്തിനോട് ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരു പാഠപുസ്തകമായിരിക്കും ശിവദർശനം. പ്രകൃതി എന്ന് പറയുന്നത് നമ്മളെ കണ്ടെത്താനുള്ള ഒരു എളുപ്പമാർഗമാണ് പ്രകൃതി. ഇത്തരം പുസ്തകങ്ങൾ ഇപ്പം എനിക്ക് തോന്നുന്നു മിക്കവാറും എൻ്റെ പോക്സോ അബാക് പബ്ലിക്കേഷൻസ് അല്ലാതെ വേറെ ആരെങ്കിലും പബ്ലിഷ് ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോകും എന്നുള്ളതാണ്. വേറെ കൊണ്ടല്ലോ, ഈ ഒരു ജെറിസല്ലോ ആ സംഭവം, അതിൻ്റെ രീതികൾ വേറെയാണ് എന്നുള്ളത്. എന്തായാലും പ്രേക്ഷകർക്ക് പ്രകൃതി ലഭ്യമാകും. ഞങ്ങൾ ഈ വീഡിയോയിൽ കൊടുക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ പോസ്റ്റലിൽ പുസ്തകങ്ങൾ എത്തിച്ചേരും. വളരെ ലിമിറ്റഡ് സ്റ്റോക്കാണുള്ളത്. ആവശ്യക്കാർ ഉടൻ തന്നെ ബുക്ക് ചെയ്യുക. എഴുത്തുകാരനോട് സംസാരിക്കണമെങ്കിൽ വായിച്ചതിന് ശേഷം അതിനുള്ള അവസരവും നമ്മൾ ഒരുക്കുന്നതായിരിക്കും. പ്രതിപേട്ട, അപ്പോൾ പുസ്തകം എല്ലാവരിലേക്കും എത്തട്ടെ. ഒരാവർത്തി വായിച്ചു, രണ്ടാമതൊരാവർത്തി വായിക്കാൻ വേണ്ടി ഇത് എൻ്റെ ടേബിളിൽ വീണ്ടും ഭദ്രമായി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, എൻ്റെ കോപ്പി എന്നുള്ളതാണ്. താങ്ക് യു. സന്തോഷം. താങ്ക് യു.